ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഒരു 3x3 ഡിറ്റർമിനൻറ്റിൻ്റെ എക്സ്പാൻഷൻ, അതുപോലെ 2x2 ഡിറ്റർമിനൻറ്റിൻ്റെ എക്സ്പാൻഷൻ എല്ലാം നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ്. നമുക്ക് പല ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും പല പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് വിത്തൗട്ട് എക്സ്പാൻഡിങ് നമുക്ക് പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കും. പ്രോബ്ലം ചെയ്യാനാണ് നമ്മൾ മിക്കവാറും പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്യുക. ഫിസിക്സിലും കെമിസ്ട്രിയിലുമൊക്കെ വളരെ റെയർ ആയിട്ട് വരുന്ന പ്രോബ്ലംസിൽ ഡിറ്റർമിനൻസ് ഒക്കെ വരാറുണ്ട്. അതെല്ലാം നമുക്ക് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് അങ്ങനെയും നമുക്ക് ചെയ്യാം. നമുക്ക് ദിസ് നോക്കാം, 1 by 1 ആയിട്ട് പരിശോധിക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നന്നായി ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും. പ്രോപ്പർട്ടീസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടത് കാണാതെ പഠിക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആമുഖമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതൊരു മെട്രിക്സ് ആണ്. A 1 2 3 3 4 5 2 3 1. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് യെല്ലോ സ്ക്രീനിലും അത് കാണാം. മെട്രിക്സിന് ഇങ്ങനെയും ബ്രാക്കറ്റ് ഉപയോഗിക്കാറുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഡിറ്റർമിനൻ്റ്, ഈ മെട്രിക്സിൻ്റെ മെട്രിക്സ് 1 2 3 3 4 5 2 3 1 ആണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. ഡിറ്റർമിനൻ്റ് ഓഫ് എ = 6. നിങ്ങൾക്ക് ഏത് രൂപത്തിലും എക്സ്പാൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാനിനി ചെയ്യാൻ പോകുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റോയും കോളവും അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന് നമ്മൾ എന്താ സാധാരണ പറയാറുള്ളത്? എ ട്രാൻസ്പോസ് എന്നാണ് പറയുക, അല്ലേ? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തു. ഫസ്റ്റ് റോ എന്തായി മാറിയിട്ടുണ്ട്? ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ സെക്കൻഡ് കോളം. തേർഡ് റോ തേർഡ് കോളം. ഇനി നമ്മൾ ഈ എ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടാൽ അതിൻ്റെ ആൻസർ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. ഞാൻ അതിൻ്റെ ആൻസർ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ ആൻസറും 6 തന്നെയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായത്? ഏതൊരു മെട്രിക്സ് എ, അതിൻ്റെ ആൻസർ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂയും അതേ നമ്പർ തന്നെ ആയിരിക്കും. ഇവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് എ 6 ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് ഈസ് ഓൾസോ 6. ദാറ്റ് മീൻസ് ഇഫ് ദി റോസ് ആൻഡ് കോളംസ് ആർ ഇൻ്റർചേഞ്ച്ഡ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ്സ് റിമെയിൻസ് ദി സെയിം. അതാണ് നമുക്ക് പഠിക്കാനുള്ള പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി മനസ്സിലായല്ലോ. ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കൂ, ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ 1 2 3 3 4 5 2 3 1. ഇതിൻ്റെ ആൻസർ 6 ആണ്, നമുക്ക് ഓൾറെഡി അറിയാം, അല്ല? ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 6 എന്നിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യാണ്. 2 റോകൾ മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയെ നമുക്ക് R1 R2, തേർഡ് റോയെ നമുക്ക് R3 അങ്ങനെ റെഫർ ചെയ്യാം. ഇതാ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, R1 R2 R3. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ R1 R2 R3 എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇത് നിൽക്കുന്നത് R1 R2 R3 എന്നുള്ള ഓർഡറിലാണ്. അപ്പം R1ഉം R2ഉം ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതാ ഈ R1നെ പിടിച്ച് R2 ആക്കുന്നു, R2നെ R1 ആക്കി. അപ്പോൾ എന്തായി? R2ഉം R1ഉം ഇൻ്റർചേഞ്ച് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മെട്രിക്സ് ഇപ്പോൾ ചേഞ്ച് ആവട്ടോ, നോക്കിക്കോളൂ. ചേഞ്ച് ആയില്ലേ? ഇതാ നമ്മുടെ ഓൾഡ് മെട്രിക്സ് ഇവിടെ ഉണ്ട്, 1 2 3 ആണ് ഫസ്റ്റ് റോയിൽ. ഇവിടെ അതെന്തായിട്ടുണ്ട്? നമ്മൾ R1ഉം R2ഉം ഇൻ്റർചേഞ്ച് ചെയ്തപ്പം സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയിട്ടുണ്ട്, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ഇതാ ഫസ്റ്റ് റോ 1 2 3, ഇവിടെ സെക്കൻഡ് റോ ആയിട്ടുണ്ട്, സെക്കൻഡ് റോ ഫസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് R1ഉം R2ഉം ഇൻ്റർചേഞ്ച് ചെയ്തു, 2 റോകൾ മാത്രം ഇൻ്റർചേഞ്ച് ചെയ്തു. അന്നേരം ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോക്കൂ നിങ്ങൾ, -6 ആയിട്ടുണ്ട്. ആദ്യത്തെ ഈ യെല്ലോ കളറിൽ കാണുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ 6 ആയിരുന്നു. 2 റോകൾ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ -6 ആയി. ഓക്കെ, അപ്പോൾ ഇഫ് 2 റോസ് ആർ ഇൻ്റർചേഞ്ച് ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് ചേഞ്ചസ് ദി സൈൻ എന്നാണ്. ഓക്കെ, അതേപോലെ റോയിൽ പറയുന്ന എല്ലാ റിസൾട്ടുകളും കോളത്തിലും ശരിയായിരിക്കും. ഓക്കെ, റോയിൽ പറയുന്ന എല്ലാ റിസൾട്ടുകളും കോളത്തിലും ശരിയായിരിക്കും. ഞാൻ ഇനി വീണ്ടും ഒരിക്കൽ കൂടി ഇൻ്റർചേഞ്ച് ചെയ്താലോ? നോക്കൂ, ഇപ്പം ഞാൻ R1 R3 അല്ലേ, R1 ഇങ്ങോട്ട് മാറ്റി, R1നെ ലാസ്റ്റിലേക്ക് മാറ്റി, ഇവിടെ R3 ആക്കി. അപ്പോൾ R1 R2 R3. ഇപ്പോൾ വീണ്ടും ഒന്നും കൂടി ഇൻ്റർചേഞ്ച് ചെയ്തു, അല്ലേ? അപ്പോൾ ആൻസർ നമുക്ക് നോക്കാം. വീണ്ടും കണ്ടോ, ഡിറ്റർമിനൻ്റ് വാല്യൂ പോസിറ്റീവ് ആയി. ഇപ്പോൾ 2 പ്രാവശ്യം ഇൻ്റർചേഞ്ച് ചെയ്തപ്പം നെഗറ്റീവ് 2 പ്രാവശ്യം വന്നത് പോസിറ്റീവായി. വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പഴയ മോഡലിൽ തന്നെ ആക്കുകയാണ്, R1
R2 R3. അതിൻ്റെ ആൻസർ 6 ആണ് നമുക്ക് അറിയാം. ഓക്കെ, ഒരു പ്രാവശ്യം നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ ആൻസർ നെഗറ്റീവ് ആവും. വീണ്ടും ഒരിക്കൽ കൂടി ഇൻ്റർചേഞ്ച് ചെയ്താൽ വീണ്ടും നെഗറ്റീവ് ആവും. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവായിട്ട് മാറും. If any two rows or columns are interchanged, the value of the determinant changes the sign എന്നാണ്. Changes the sign means പ്ലസ് ഉള്ളത് പ്ലസ് വാല്യൂ മൈനസ് ആവും, മൈനസ് വാല്യൂ പ്ലസ് ആവും. ആദ്യം +6 ആയിരുന്നു, രണ്ടെണ്ണം ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ അത് -6 ആയിട്ട് മാറി. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ മറ്റു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ട് റോകൾ ഒരേപോലെ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നോക്കൂ, ഇതിപ്പോൾ നമ്മുടെ പഴയ മെട്രിക്സ് തന്നെയാണ്. ഞാൻ R1ഉം R2ഉം ഒരേപോലെ ഐഡൻറ്റിക്കലാക്കി മാറ്റാൻ പോവാണ്. R1 R3 എന്നാക്കി. R1 R3 എന്ന് പറഞ്ഞാൽ R2വിന് പകരം R1 തന്നെ. രണ്ട് റോകൾ ഒരേപോലെ കണ്ടോ. ഇവിടെ നോക്കൂ, 1 2 3 1 2 3 2 3 1 2 3 1 പഴയ മെമ്പേഴ്സ് തന്നെയാണ്. ഇപ്പോൾ രണ്ട് റോസ് ഐഡൻറ്റിക്കലായിട്ട് വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ആൻസർ 0 ആയിരിക്കും. കണ്ടോ, ഡിറ്റർമിനൻ്റ് വാല്യൂ if two rows are identical or if two columns are identical, the value of the determinant will be 0. ശരി, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ ഈ മെട്രിക്സിനെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇതാ ഞാനിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പർ 1 തന്നെയാണ്. കെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കെ 1 ആയതുകൊണ്ട് സെയിം മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, എയുടെ ഡിറ്റർമിനൻ്റ് നമുക്കറിയാം. ഇവിടെ 1 2 3 തന്നെയാണ് അല്ലേ. ഞാൻ ഇത് ജസ്റ്റ് മാറ്റിയിട്ട് R1 R2 R3 ആക്കട്ടെ. ഓക്കെ, ക്ലിയർ. ഇവിടെ ഈ മെട്രിക്സിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കെ ഇവിടെ 1 ആയിരുന്നു, ഞാൻ 2 ആക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2a ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 2a ആണ്. ഈ ബ്ലൂ മെട്രിക്സ് 2a ആണ്. എയുടെ ഡബിൾ അല്ലേ നോക്കൂ, എല്ലാ എലമെൻസും ഡബിളാണ്. 1 2 2 4 3 6 എല്ലാം ഡബിളാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ എന്ത് വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ആൻസർ 48 എന്ന് കിട്ടും. എന്താണ് ഈ 6ഉം 48ഉം നമ്മളുടെ കണക്ഷൻ നോക്കൂ. നിങ്ങൾ ആദ്യം 6 ആയിരുന്നു, ഇപ്പോൾ 48 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8 ടൈംസ് 6 ആയിട്ടുണ്ട്. അതായത് 2 ക്യൂബ് ടൈംസ് 6. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 8 6 48. ഓക്കെ, ഞാൻ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 27 × 6 ആയിട്ടുണ്ടാവും. 27 × 6, അതായത് 3 ക്യൂബ് × 6. അപ്പോൾ ഞാൻ കെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ കെ ക്യൂബ് ടൈംസ് ഡിറ്റർമിനൻ്റ് എ ആയിട്ട് മാറും. ആദ്യം ഡിറ്റർമിനൻ്റ് എ 6 ആയിരുന്നു. കെ കൊണ്ട് ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടൈംസ് ആയിട്ട് മാറും. ഇവിടെ 3/3 മെട്രിക്സ് ആയതുകൊണ്ടാണ് കെ ക്യൂബ് എന്ന് വന്നത്. 2/2 ആണെങ്കിൽ കെ സ്ക്വയർ ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഓർഡർ അനുസരിച്ചായിരിക്കും അതിൻ്റെ പവർ ഉണ്ടായിരിക്കുക. ഇവിടെ മെട്രിക്സിൻ്റെ ഓർഡർ 3 ആണെങ്കിൽ കെ ക്യൂബ് ടൈംസ് എ ആയിരിക്കും. മെട്രിക്സിൻ്റെ ഓർഡർ 4 ആയിരുന്നെങ്കിൽ കെ റേസ്ഡ് 4 ടൈംസ് ഡിറ്റർമിനൻ്റ് എ ആയിരിക്കും. ഇപ്പോൾ ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കെ റേസ്ഡ് n ടൈംസ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഈ പ്രത്യേകത മനസ്സിലാക്കി വെക്കേണ്ടത്. ക്ലിയർ. ഇനി 1-2 പ്രത്യേകത കൂടെ നമുക്ക് പറയാനുണ്ട്. പ്രൊപ്പോർഷണൽ, അതുപോലെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 1 by 1 ആയിട്ട് നമുക്ക് വീണ്ടും അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി ഇതാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദി റോസ് ആൻഡ് കോളംസ് ആർ ഇൻ്റർചേഞ്ച് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ്സ് റിമെയിൻസ് ദി സെയിം. ക്ലിയർ. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇഫ് എനി 2 റോസ് ഓർ കോളംസ് ആർ ഇൻ്റർചേഞ്ച് ദ സൈൻ ഓഫ് ദി ഡിറ്റർമിനൻ്റ് ഈസ് ചേഞ്ച്ഡ്. പ്ലസ് വാല്യൂ ഉള്ളത് മൈനസ് ആയിരിക്കും, മൈനസ് ഉള്ളത് പ്ലസ് ആയിരിക്കും. ഇവിടെ നോക്കാൻ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ആദ്യത്തതിൻ്റെ ആൻസർ 4 ആയിരുന്നു. നമ്മൾ R1ഉം R2 ഇൻ്റർചേഞ്ച് ചെയ്തു. ഇതാ 1 2 3യെ സെക്കൻഡ് റോയിലേക്ക് ഇട്ടു, സെക്കൻഡ് റോയെ ഫസ്റ്റ് റോ ആക്കി. അതായത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ ആൻസർ എന്തായിരിക്കും? 4. അതിൻ്റെ എക്സാമ്പിളാണ് അവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇഫ് എനി 2 റോസ് കോളംസ് ആർ ഐഡൻറ്റിക്കൽ ദെൻ ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻ്റ് ഈസ് 0. അതായത് 2 റോസ് ഒരേപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഷൻ്റെ ആവശ്യമില്ല. 2 കോളംസ് ആണെങ്കിലും 2 റോസ് ആണെങ്കിലും ഒരേപോലെയുള്ള റോകൾ ഉണ്ടെങ്കിൽ ആൻസർ വിത്തൗട്ട് എക്സ്പാൻഡിങ് വി ക്യാൻ സേ ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻ്റ് വിൽ ബി 0. ഇതാ 1 2 3 1 2 3 ഒരേപോലെ വന്നു കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് കെ ദെൻ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻ്റ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ കെ. അതായത് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ. A1 B1 C1 ഇതിൻ്റെ വാല്യൂ ഡിറ്റർമിനൻ്റ് എ ആണെങ്കിൽ നമ്മൾ ഒരു റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ആൻസർ കെ ടൈംസ് ആയിരിക്കും. ഒരു റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ ആൻസർ കെ ടൈംസ് ആയിരിക്കും. അപ്പോൾ 2 റോയെ മൾട്ടിപ്ലൈ ചെയ്താലോ? 2 റോയെ മൾട്ടിപ്ലൈ ചെയ്താൽ കെ സ്ക്വയർ ടൈംസ് വരും. ഓക്കെ, 3 റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? ഇതാ കെ ക്യൂബ് ടൈംസ് വരും.
അപ്പോൾ ഈ 3 റോയെയും കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ കെ എ എന്ന് പറയുന്നത്. കെ എ എന്ന് പറയുന്ന മെട്രിക്സ്. കെ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കെ ക്യൂബ് ടൈംസ് എ എന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ഇതാണ്. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു റോയിലോ ഏതെങ്കിലും ഒരു കോളത്തിലോ ഒരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ആ കോമൺ ഫാക്ടർ വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ഇത് നോക്കൂ, ഇതാ ഈ ഒരു സ്ക്രീൻ നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഒരു രണ്ടാമത്തെ ലൈനിലേക്ക് നോക്കൂ. ഇവിടെ ഫസ്റ്റ് റോയിൽ തന്നെ കെ കോമൺ ഫാക്ടർ ആണെങ്കിൽ ദാറ്റ് കെ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ദെൻ കെ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 2 റോയിലാണ് കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ 2 റോയിലും ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് റോയിൽ നിന്ന് ഒരു കെ ഔട്ട് സൈഡ് എടുക്കാം, രണ്ടാമത്തെ റോയിൽ നിന്നും ഒരു കെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കെ സ്ക്വയർ ടൈംസ് എ എന്നായിരിക്കും. ഓക്കെ, 3 റോയിലും കെ ഉണ്ടെങ്കിലോ കെ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു റോയിലോ ഒരു കോളത്തിലോ ഒരു കോമൺ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ആൻസർ എഴുതാൻ പറ്റും എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ രത്നച്ചുരുക്കം. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് കൺക്ലൂഡ് ചെയ്യാം. ഈ ഫേസ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ കെ റൈസ് ടു n a ആയിരിക്കും. ഓക്കെ, 3/3 ആണെങ്കിൽ കെ ക്യൂബ് ആയിരിക്കും, 2/2 ആണെങ്കിൽ കെ സ്ക്വയർ ആയിരിക്കും. ക്ലിയർ? ഇവിടെ നോക്കൂ, 1 2 3 2 4 6 7 5. ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക്, ഇതിൻ്റെ ഒരു മറ്റൊരു കൊറോളറി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാവുന്നത്, 2 റോസ് ഇങ്ങനെ പ്രൊപ്പോർഷണലായിട്ട് വന്നാൽ, ഇപ്പോൾ നമുക്ക് 1 2 3ൻ്റെ നേരെ ഡബിൾ 2 4 6. നമുക്ക് ഈ രണ്ടാമത്തെ റോയിൽ നിന്ന് വേണമെങ്കിൽ ഒരു 2 കോമൺ ഫാക്ടർ എടുക്കാം അല്ലേ. 2 കോമൺ ഫാക്ടർ എടുത്താൽ ഇങ്ങനെ ഉണ്ടായിരിക്കും 1 2 3 1 2 3 1 2 3 തന്നെ. രണ്ടാമത്തെ റോയിൽ നിന്ന് ഞാൻ 2 പുറത്തേക്ക് ചാടിച്ചു, കാരണം ഇവിടെയൊക്കെ 2 ഉണ്ട്, ഇവിടെയും 2 എല്ലായിടത്തും 2 കോമൺ ഫാക്ടറാണ്. 2 കോമൺ ഫാക്ടർ എടുത്താൽ ഇത് വീണ്ടും 1 2 3 എന്നായിട്ട് മാറും അല്ലേ. അപ്പോൾ 2 റോസ് ഐഡൻറ്റിക്കലായിട്ട് വന്നു. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം പറയാം, 2 റോസ് പ്രൊപ്പോർഷണലായിട്ട് വന്നാലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 2 റോസിലെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ 2 കോളത്തിലെ എലമെൻറ്റ്സ് പ്രൊപ്പോർഷണലായിട്ട് വന്നു കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് വിൽ ബി 0. ഐഡൻറ്റിക്കലായിട്ട് വന്നാൽ 0 ആയിരിക്കും, പ്രൊപ്പോർഷണലായിട്ട് വന്നാലും ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ഈ 2 പോയിന്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഫേസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് കെ എ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കെ റൈസ് ടു n a, and if 2 rows or columns are proportional, the value of the determinant is 0. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കൂ. ഏതെങ്കിലും ഒരു റോയുടെ കൂടെ കോളത്തിൻ്റെയോ കൂടെ a multiple of another row or column is added, then the value of the determinants remains the same. ഏതെങ്കിലും ഒരു റോയുടെയോ കോളത്തിൻ്റെയോ കൂടെ മറ്റൊരു റോയോ കോളമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്പിളോ നമ്മൾ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ ഡിറ്റർമിനൻസിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഇവിടെ നോക്കൂ, ഇതാ 1 2 3 3 4 5 2 3 1ൻ്റെ ആൻസർ 6 ആയിരുന്നെങ്കിൽ നമ്മൾ റോ 3, ഇവിടെ റോ 3 എന്ന് പറഞ്ഞാൽ ഏതാ 2 3 1, ഇതാണ് തേർഡ് റോയെ നമ്മളൊരു മാറ്റം വരുത്താണ്. എന്താ മാറ്റം? തേർഡ് റോ പ്ലസ് സെക്കൻഡ് റോ ഇതാണ്. നോക്കൂ, തേർഡ് റോയെ ഞാൻ എഴുതിയിരിക്കുന്നത്, ഫസ്റ്റ് റോ ഒന്നും ചെയ്തിട്ടില്ല 1 2 3, സെക്കൻഡ് റോ ഒന്നും ചെയ്തിട്ടില്ല, റിപ്പീറ്റ് ചെയ്തു. പക്ഷെ തേർഡ് റോ ഞാൻ എഴുതിയപ്പോൾ തേർഡ് റോയുടെ കൂടെ സെക്കൻഡ് റോയും കൂടെ കൂട്ടി എഴുതി. അതായത് 2 + 3 5, കണ്ടില്ലേ, 3 + 4 7 1 + 5 6. ഇങ്ങനെ ചെയ്താൽ നേരത്തെ കിട്ടിയിരിക്കുന്നത് 6 ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും 6 ആയിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ ഒരു കോളം ഈസ് മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ. ഇവിടെ മൾട്ടിപ്പിൾ ഒന്നും ചെയ്തില്ല, ഫസ്റ്റ് മൾട്ടിപ്പിൾ തന്നെ ചെയ്തത്. ഇനി R3യുടെ കൂടെ 2R2 ചേർത്താലും ഡിറ്റർമിനൻ്റ് വാല്യൂ മാറില്ല എന്നർത്ഥം. R3 + R2 ചെയ്യാം, R3 + 2R2 ചെയ്യാം, R3 + 2R2 ചെയ്യാം, 3R2 ചെയ്യാം, R3 - 2R2, അങ്ങനെ എന്ത് മൾട്ടിപ്പിൾ ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ R3 + 2R1 ചെയ്ത് നോക്കണം കേട്ടോ. R3ക്ക് പകരം എന്താ എഴുതുന്നത്? R3 + 2R1. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഒന്നും ചെയ്തിട്ടില്ല. തേർഡ് റോ എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? തേർഡ് റോയുടെ കൂടെ ഡബിൾ ഓഫ് ഫസ്റ്റ് റോ ചെയ്യണം. തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്, 2ൻ്റെ കൂടെ ഇതിൻ്റെ ഡബിൾ ചെയ്യണം. ഇതിൻ്റെ ഡബിൾ 2 അല്ലേ, ഇപ്പോൾ 2 + 2 4. ഓക്കെ, ഇനി ഇവിടെ നോക്ക്, തേർഡ് മെമ്പർ 3 ആണ്. ഇവിടെ 3യുടെ കൂടെ ആരാ ആഡ് ചെയ്യേണ്ടത്? ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയ ഫസ്റ്റ് റോ ഇതാണ്, ഇതിൻ്റെ ഡബിൾ ആഡ് ചെയ്യണം. 3യുടെ കൂടെ ഇതിൻ്റെ ഡബിൾ, അപ്പോൾ 4 + 3 7. ക്ലിയർ? അതായത് R3യുടെ കൂടെ ആഡ് ചെയ്യേണ്ടത് R3 + 2R1. ഈ റോ 1ലെ എലമെൻറ്റിൻ്റെ ഡബിൾ ആഡ് ചെയ്യണം. റോ 1ലെ എലമെൻറ്റിൻ്റെ ഡബിൾ, ഇത് അതിൻ്റെ ഡബിൾ എത്ര? 6 അല്ലേ, 6ൻ്റെ കൂടെ ഇത് ആഡ് ചെയ്താൽ 7. ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ നമുക്ക് പുതിയൊരു ഡിറ്റർമിനൻ്റാണ് കിട്ടിയിരിക്കുന്നത് എങ്കിലും ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ചെയ്താൽ ആൻസർ നമുക്ക് വീണ്ടും 6 തന്നെ ആയിരിക്കും.
ഇങ്ങനെയുള്ള ഏത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്താലും ആൻസർ 6 ആവും എന്നാണ് ഈ പ്രോപ്പർട്ടി നമ്മളോട്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. പല രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യും. ഓക്കെ, പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം യൂസ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർട്ടി കൂടെ നമുക്ക് പറയാനുണ്ട്. ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ or column is expressed as the sum of 2 or more terms, then the determinant can be expressed as the sum of 2 or more terms. ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നോക്കൂ, ഞാൻ വിശദീകരിക്കാം. ഏതെങ്കിലും ഒരു റോ, ഇതുപോലെ ഫസ്റ്റ് റോയിൽ 2 എലമെൻസിൻ്റെ സം ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് റോ നോക്കൂ നിങ്ങൾ, A1 പ്ലസ് ആൽഫ, B1 പ്ലസ് ബീറ്റ, C1 പ്ലസ് ഗാമ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു റോയിൽ തന്നെ അല്ലെങ്കിൽ ഒരു കോളത്തിലോ ഇങ്ങനെ ഒരു സം ഓഫ് 2 ടേംസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിംഗിൾ ഡിറ്റർമിനൻറ്റിനെ വേണമെങ്കിൽ 2 ഡിറ്റർമിനൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. എങ്ങനെ 2 ഡിറ്റർമിനൻ്റ് ആക്കുക? ഫസ്റ്റ് നമ്മൾ ഈ ഫസ്റ്റ് എലമെൻറ്റിനെ സെലക്ട് ചെയ്യും, അതായത് A1 B1 C1, ബാക്കിയെല്ലാം സെയിം, A1 B1 C1, A2 B2 C2, A3 B3 C3 പ്ലസ്, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് എന്നിട്ടു. പിന്നീട് രണ്ടാമത്തെ ഈ ടേം ആൽഫ ബീറ്റ ഗാമ, സെക്കൻഡ് റോ തേർഡ് റോ ഒരു ചേഞ്ചും ഇല്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഫസ്റ്റ് റോയിൽ 3 ടേംസ് ഉണ്ടെങ്കിലും A1 പ്ലസ് ആൽഫ പ്ലസ് എക്സ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് 3 ഡിറ്റർമിനൻ്റ് ആക്കി വേണമെങ്കിൽ സ്പ്ലിറ്റ്, അതൊക്കെ ഓപ്ഷണലാണ്, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 പ്രോപ്പർട്ടീസാണ് ഈ സോഫാർ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ വൃത്തിയായിട്ട് നോട്ട്ബുക്കിലേക്ക് ഈ 6 പ്രോപ്പർട്ടിയും എഴുതിയെടുക്കുക. ആദ്യം പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് എന്ന് ഹെഡിങ് എഴുതുന്നു. അതിനുശേഷം 1 by 1 ആയിട്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇഫ് ദി റോസ് ആൻഡ് കോളംസ് ആർ ഇന്റർചേഞ്ച് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻസ് റിമെയിൻസ് ദി സെയിം, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽസ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ്. മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ അതിൻ്റെ ട്രാൻസ്പോസിൻ്റെ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും. 2, if any 2 rows and columns are interchanged, the value of the determinant changes its sign. ഏതെങ്കിലും 2 റോകൾ മാത്രം ഇൻ്റർചേഞ്ച് ചെയ്താൽ സൈൻ ചേഞ്ച് ആവും. ഫുള്ള് റോയും കോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ റോസും കോളംസും, അതാണ് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി. ഇവിടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി അതല്ല. ഏതെങ്കിലും 2 എണ്ണം മാത്രം ഇൻ്റർചേഞ്ച് ചെയ്താൽ ആ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ചേഞ്ചസ് ദി സൈൻ. നമ്മുടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 1 2 3 -2 4 -4 3 -4 6 ആൻസർ 4 ആണെങ്കിൽ R1ഉം R2 ഇൻ്റർചേഞ്ച് ചെയ്തു. ഇൻ്റർചേഞ്ചിന് സാധാരണ ഉപയോഗിക്കുന്ന സിമ്പൽ ഇതാ കേട്ടോ, R1ഉം R2 ആയി, R2 R1 ആയി. അങ്ങനെ ചെയ്തപ്പോൾ ഇതാ കണ്ടില്ലേ, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ആയി, സെക്കൻഡ് റോ ഫസ്റ്റ് റോ ആയി. അതിൻ്റെ ആൻസർ 4 ഉള്ളത് എന്തായിട്ട് മാറും? -4 ആവും. അതാണ് ചേഞ്ചസ് ദി സൈൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 3 എഴുതിക്കും, നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ഇഫ് എനി 2 rows or columns are identical, then the value of the determinant is 0. എക്സാമ്പിൾ ഇവിടെ എഴുതാം. ഹിയർ R1 and R2 are identical. അതിൻ്റെ ഒരു സബാണിത്, സബ് കേസാണ്. ഇഫ് എനി 2 rows or columns are proportional, വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് is 0. ഇവിടെ 1 2 3 ആണ്, ഇവിടെ അതിൻ്റെ ഡബിൾ ആണ് അല്ലേ, പ്രൊപ്പോർഷണൽ ആയിട്ടാണ് സെക്കൻഡ് റോ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആൻസർ 0 ആയത്. ഫോർത്ത് പ്രോപ്പർട്ടി, ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ ഓർ കോളം ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റൻറ്റ് കെ, ദെൻ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് ഗെറ്റ്സ് മൾട്ടിപ്ലൈഡ് ബൈ കെ. അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, പക്ഷേ ഇത് മനസ്സിലാവും നിങ്ങൾക്ക്. ഡിറ്റർമിനൻറ്റ് ഓഫ് കെ ഈസ് ഇക്വൽ ടു കെ റൈസ് ടു എൻ ഡിറ്റർമിനൻറ്റ് എ. ഈ ഫേസ് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ. 3 by 3 ആണെങ്കിൽ കെ ക്യൂബ് ആയിരിക്കും, 2 by 2 ആണെങ്കിൽ കെ സ്ക്വയർ ആയിരിക്കും, 4 by 4 ആണെങ്കിൽ കെ റൈസ് ടു 4 ആയിരിക്കും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇഫ് ടു ഈച്ച് റോ ഓർ കോളം എ മൾട്ടിപ്പിൾ ഓഫ് അനദർ റോ ഓർ കോളം ഈസ് ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്, വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റ് റിമെയിൻസ് ദി സെയിം. ഈ ഫിഫ്ത്ത് പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ലാസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത്, ഇഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് 2 or more terms. ഇതാ ഒരു റോ കണ്ടില്ലേ, ഒന്നിലധികം ടേംസ് ആണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് 2 or more terms. അപ്പോൾ ഈ 6 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് റിവ്യൂ ചെയ്തിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഫസ്റ്റ് വൺ, ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ്. സെക്കൻഡ് വൺ, എനി 2 rows columns are interchanged, then the sign of the determinant is changed. Third one, if any 2 rows or columns are identical, then the value of the determinant is 0. If each element of a row or column is multiplied by a constant k, then the value of the determinant gets multiplied by k. And if any 2 row columns are proportional, then the value of the determinant is 0. And fifth one, if to each element of a row or column a multiple of another row or column is added or subtracted, the value of the determinant remains the same. Okay, റോയിൽ പറയുന്ന എല്ലാ സംഭവം കോളത്തിലും ശരിയായിരിക്കും കേട്ടോ. ലാസ്റ്റ് വൺ, if each element of a row or column is expressed as the sum of 2 or more terms,
then the value of the determinant can be expressed as the sum of two or more terms എന്നല്ല, two or more determinants, sum of two or more determinants എന്നാക്കി മാറ്റണം ഇത്. ഓക്കെ, നമ്മൾ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ മൂന്നാമത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു വൺ ആൻഡ് ഓൾ.